ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും വീഡിയോയിലേക്ക് സ്വാഗതം. ക്രൊയേഷ്യൻ നാഷണൽ ടീമാകട്ടെ അവരുടെ ലോകകപ്പിന് വേണ്ടിയുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാവരും ഉറ്റുനോക്കിയൊരു സ്ക്വാഡ് തന്നെയായിരുന്നു ക്രൊയേഷ്യൻ നാഷണൽ ടീമിൻ്റെ. അവരുടെ കപ്പിത്താനായ ലൂക്ക മോഡ്രിച്ച് എന്ന സാക്ഷാൽ മജീഷ്യൻ ടീമിൽ ഉണ്ടാകുമെന്ന് എല്ലാവർക്കും ഉറപ്പ് തന്നെയായിരുന്നു. അതിപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. ലൂക്ക മോഡ്രിച്ച് തന്നെയാണ് ഈ വർഷം ക്രൊയേഷ്യയുടെ നായകൻ. ഒട്ടും പേരെടുക്കാത്ത ക്രൊയേഷ്യയുടെ നെടുന്തൂണായി ഒരു പേരുണ്ടാക്കിയ താരം തന്നെയാണ് ലൂക്ക മോഡ്രിച്ച്. 2006 മുതൽ 2026 വരെ മികച്ച രീതിയിലുള്ള വേൾഡ് കപ്പ് പാർട്ടിസിപ്പേഷനാണ് ക്രൊയേഷ്യയുടെ ഭാഗത്തു നിന്നും ലൂക്ക മോഡ്രിച്ചിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചത്. തൻ്റെ 5ാമത്തെ വേൾഡ് കപ്പ് കളിക്കാൻ ലൂക്ക മോഡ്രിച്ച് കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. മികച്ച പെർഫോമൻസ് താരത്തിന് പുറത്തെടുക്കാൻ സാധിക്കുമെന്നും ഒരിക്കൽ താരത്തിൻ്റെ മുത്തമിടുന്നതിൽ നിന്ന് തൊട്ടരികിൽ നിന്ന് പോയ ലോകകപ്പിൽ താരത്തിന് മുത്തമിടാൻ സാധിക്കുന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ലൂക്ക മോഡ്രിച്ച് എത്തുന്നത്. റിയൽ മാഡ്രിഡിൻ്റെ രാജാവായ ലൂക്ക മോഡ്രിച്ച് കഴിഞ്ഞ വർഷമായിരുന്നു റിയൽ മാഡ്രിഡ് വിട്ട് AC മിലാനിലേക്ക് ചേക്കേറുകയും AC മിലാനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തത്. എന്നാൽ താരം ക്രൊയേഷ്യയ്ക്ക് വേണ്ടി മികച്ച കളികളാണ് പുറത്തെടുക്കുന്നത്. ആ കളികൾ തുടരാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ നിൽക്കുന്നത്. ക്രൊയേഷ്യയ്ക്ക് വേണ്ടി ഇവാൻ പെരിസിച്ച്, ജോസ്കോ ഗാഡിയോൾ അടക്കമുള്ള വമ്പൻ താരങ്ങൾ കളിക്കളത്തിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കണ്ണനറിയണം, ക്രൊയേഷ്യയുടെ ആ ഒരു വണ്ടർ സീസണിന് ശേഷം വീണ്ടും ഒരു വേൾഡ് കപ്പിൽ മികച്ചൊരു തേരോട്ടം നടത്താൻ ക്രൊയേഷ്യൻ നാഷണൽ ടീമിന് സാധിക്കുമോ എന്നും ലൂക്ക മോഡ്രിച്ചിനെ അതിനെ നയിക്കാൻ സാധിക്കുമോ എന്നും കണ്ണനറിയാം. കഴിഞ്ഞ വർഷം ഭേദപ്പെട്ട പ്രകടനമായിരുന്നു ക്രൊയേഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അപ്പോൾ കണ്ണനറിയാം ഈ വേൾഡ് കപ്പിൽ മികച്ച പെർഫോമൻസ് ക്രൊയേഷ്യൻ നാഷണൽ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നും. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ ഇപ്പോൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം.